ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥമുള്ള വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റവന്യൂ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി.എച്ച്. കുര്യന്റെ നേതൃത്വത്തിൽ 4 അംഗ ഉദ്യോഗസ്ഥ സമിതിയുടെ ശുപാർശ പരിഗണിച്ചാണ് സ്ഥലം നിശ്ചയിച്ചത്. എന്നാൽ ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി പി.എച്ച്. കുര്യൻ, KSIDC MD ഡോക്ടർ എം ബീന, പത്തനംതിട്ട കളക്ടർ ആർ ഗിരിജ എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് വിമാനത്താവളത്തിനുള്ള സ്ഥലം കണ്ടെത്തിയത്. സമിതിയുടെ ശുപാർശ രാവിലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. നിലവിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് 2263 ഏക്കറാണുള്ളത്. 2 ദേശീയപാതകളും 5 പൊതുമരാമത്ത് റോഡുകളും സമീപത്തുള്ളതും ഈ സ്ഥലം തീരുമാനിക്കാൻ അനുകൂല ഘടകമായി സർക്കാർ വിലയിരുത്തി. എസ്റ്റേറ്റിൽ നിന്ന് ശബരിമലയിലേക്ക് 48 കിലോമീറ്റർ ദൂരമാണുള്ളത്. എന്നാൽ ഹാരിസൺ മലയാളത്തിന് നൽകിയ ഭൂമി 2005-ൽ ബിലീവേഴ്സ് ചർച്ചിന്റെ സാമൂഹ്യ സേവന വിഭാഗമായ ഗോസ്പൽ ഏഷ്യ സൊസൈറ്റിക്ക് കൈമാറിയത് നിയമവിരുദ്ധമാണെന്ന് സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാജമാണിക്യം സർക്കാരിന് നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി തിരിച്ചുപിടിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇതോടെ ഗോസ്പൽ ഏഷ്യ സൊസൈറ്റിക്ക് വേണ്ടി KP യോഹന്നാൻ കോടതിയെ സമീപിച്ചു. ആ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനിടയിലാണ് വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റിൽ നിർമ്മിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമി സർക്കാർ ഏറ്റെടുക്കുമോ, ബിലീവേഴ്സ് ചർച്ചിന് പണം നൽകി ഭൂമി വാങ്ങുമോ, ഭൂമിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. സേഫ് സെനുലാബ്ദീൻ, മീഡിയ 1, തിരുവനന്തപുരം.